ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്രാവശ്യം ഞാൻ 3 ദിവസത്തെ അവധിയായിട്ടാണ് വീട്ടിലേക്ക് വന്നേക്കുന്നത്. ഉറങ്ങി 11 മണിയായപ്പോൾ ഞാൻ എണീച്ചത് തന്നെ. ഒന്നും ചെയ്യാനില്ല ഇന്ന്. ബട്ട് ടുഡേ ഈസ് എ ഗുഡ് ഡേ. നല്ല മഴയാണ്. നമുക്ക് ചായ എല്ലാം കുടിക്കാം. പറഞ്ഞ പോലെ ഇന്ന് അത്ര വലിയ പ്ലാൻസ് ഒന്നും ഇല്ല എനിക്ക്. നല്ല റെസ്റ്റ് എടുക്കണം, അതേപോലെ തന്നെ ഫുൾ ഡേ വീട്ടിലിരിക്കാനും ഇല്ല എനിക്ക് പ്ലാൻ. ബട്ട് ഫോർ നൗ നല്ല മഴയാണ് പുറത്ത്, അതുകൊണ്ട് വീട്ടിലിരിക്കാതെ വേറെ വഴിയില്ല. പല്ല് പോലും തേക്കാതെയാണ് ഞാനീ നിൽക്കുന്നത്. പിന്നെ നേരെ താഴെ പോയി മുഖമെല്ലാം കഴുകി പല്ലൊക്കെ തേച്ച് ഫ്രഷായി. ഉച്ചയ്ക്ക് എഴുന്നേറ്റ് വന്നതുകൊണ്ട് തന്നെ രാവിലെ ഉണ്ടാക്കിയ ചായ എല്ലാം തീർന്നു. സോ ഐ എം ഗോണ മേക്ക് മൈ ഓൺ ടീ. മഴയൊക്കെ പെയ്യുന്നൊരു ദിവസമായതുകൊണ്ട് ചായ ഇല്ലാതെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള കാര്യം ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എനിക്ക് വീട്ടിലെത്തി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസം എന്ന് പറയുകയാണെങ്കിൽ സ്ലോ ആയിട്ടുള്ള ഡേ ആണ്. ഓരോ മണിക്കൂറും വളരെ സ്ലോ ആയിട്ട് പോകണം. ഇപ്പം ഉമ്മച്ചി ഉണ്ടാക്കിയൊരു പ്ലാനാണ് വൈകുന്നേരം 6-7 മണിയാകുമ്പോഴേക്കും ഉമ്മച്ചിയുടെ വീട്ടിൽ പോകാന്ന്. എന്ന് വെച്ചാൽ എൻ്റെ കസിൻസിനെല്ലാം കാണാൻ. പിന്നെ കുറേ സമയമുള്ളതുകൊണ്ട് ഞാൻ റൂമൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ആക്കി. ഉമ്മച്ചി ഇന്ന് ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഞാനും പോകാൻ റെഡി ആയതാണ്. പക്ഷെ ഇറങ്ങുന്ന ടൈമായിരിക്കും മഴ പെയ്യാൻ തുടങ്ങി. ആകെ ഒരു റെയിൻകോട്ടേ ഉള്ളൂ. അങ്ങനെ ആ പ്ലാൻ ഡ്രോപ്പായി. എൻ്റെ വീട്ടിൽ പുതിയതായി വന്ന കുറച്ച് അംഗങ്ങളുണ്ട്. അവരെല്ലാം ഞാനിന്ന് പരിചയപ്പെടുത്തി തരാം. ഇവർക്ക് പേര് ഞാനങ്ങ് സെറ്റാക്കിയിട്ടില്ല, എന്നാലും നമ്മളിപ്പോൾ ചർച്ചയിലാണുള്ളത്. ഇവനെ നമ്മൾ കണ്ണിന് നേരെ കണ്ടുകൂടാ, എന്നാലും ഒരു ഫാൻ സർവീസ് പോലെ ഫുഡൊക്കെ കൊടുക്കണോണ്ട് തൊടാൻ സമ്മതിക്കും. വേറൊരാൾ അപ്പുറത്ത് കിടപ്പുണ്ട്, ആള് അടുത്തേക്ക് അടുക്കാൻ പോലും സമ്മതിക്കില്ല. എന്നാൽ ഇവൻ നമ്മളെ തൊടാനും സമ്മതിക്കും. നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മച്ചി ഡാൻസ് ക്ലാസ്സിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടി വെറുതെ ഒന്ന് കറങ്ങാനിറങ്ങി. പ്രത്യേകിച്ച് എനിക്ക് ഡെസ്റ്റിനേഷനൊന്നുമില്ല, എന്നാലും ബൈക്ക് എടുത്തിട്ട് ഇതേപോലെ മഴയത്ത് ചുറ്റിക്കറങ്ങുന്നത് പ്രത്യേക ഒരു ഫീലിംഗ് അല്ലേ. അങ്ങനെ എവിടേക്ക് എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാൻ എപ്പോഴും പോണമെന്ന് വിചാരിക്കുന്ന ഒരു ബുക്ക് സ്റ്റോർ. അവിടെ ഒന്ന് കയറി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് നേരെ വണ്ടി വിട്ടു. അങ്ങനെ സ്ഥലം എത്തിയപ്പോഴേക്കും ഞാനും എൻ്റെ അനിയത്തിയും നല്ല നനഞ്ഞ് ചീഞ്ഞ അവസ്ഥയിലായി. പിന്നെ വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഈ ഇരിക്കുന്ന ആൾക്ക് എന്നെ അറിയുമെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ അനിയനാണ് പക്ഷെ. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ കസിൻസിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ തുടങ്ങി. അറിഞ്ഞോണ്ടല്ലെങ്കിലും പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ നേരെ സെയിം പ്രിന്റ് ആയി പോയി. സോ ഇപ്പം ഞങ്ങൾ മാച്ചിങ് ഔട്ട്ഫിറ്റിലാണുള്ളത്. നമുക്ക് അമ്മ അങ്ങനെ റെഡി ആവണേന്ന് നോക്കാം. ഫസ്റ്റ് അവൾ ഇടുന്നതാണ് ലിപ് ലൈനർ. സോ ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് വാസ്ലീൻ ടു സ്പ്രെഡ് ഇറ്റ് ഓവർ ആൻഡ് ഗെറ്റ് എ ഇല്യൂഷൻ ഓഫ് എ ലിപ്സ്റ്റിക്. Yeah, she will eat it after 5 minutes. Oh, sorry. അടുത്തത് കറക്റ്റ് നടുക്കുറ്റിക്ക് വെച്ച് അകച്ചിടുക. ഇത് നമ്മുടെ പ്ലാനിലില്ല. ഈ ചള്ളാപ്പി കൂളിംഗ് ഗ്ലാസ്. കിറ്റിക്കിര അങ്ങനെ റെഡിയാവലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വണ്ടിയൊക്കെ കിട്ടി സെറ്റായി കയറിയപ്പോൾ തന്നെ 8 മണി. ആദ്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 30-40 മിനിറ്റ് ട്രാവൽ ഉണ്ട് എൻ്റെ കസിൻസിൻ്റെ വീട്ടിലേക്ക്. സോ വല്ലപ്പോഴും ഒരു ചാൻസ് കിട്ടി ഒരു 3-2 ദിവസം അവധിക്കെല്ലാം വരുമ്പോൾ മാത്രം എനിക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എൻ്റെ കസിൻസിൻ്റെ വീട്. അവിടെ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഉണ്ട്. അപ്പോൾ എന്തായാലും ആളെ ഒന്ന് പോയി കാണാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. മുടിയില്ലാത്ത കഷണ്ടി തലയിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ. ഇപ്പോൾ ഈ മൂക്ക് നോക്ക്, ഇത് എൻ്റെ മൂക്ക് പോലെ തന്നെയില്ലേ. എല്ലാവർക്കും മനസ്സിലായില്ലേ എൻ്റെ ഈ മൂക്ക്, സെക്സി മൂക്ക് എവിടെ നിന്ന് വന്നേക്കണേന്ന്. എന്തായാലും എല്ലാവരും ഉണ്ട്. ഒറ്റക്കൊരിക്കലും കാണാത്ത ഒരു ജനറാണ് ഹൊറർ മൂവി. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഹൊറർ മൂവി കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തൊരു ഇന്തോനേഷ്യൻ മൂവിയാണ്. നമുക്കധികം റിവ്യൂ ഒന്നും അറിയില്ല, എന്നാലും ഏറ്റവും കൂടുതൽ സ്കേറി ആയിട്ടുള്ള ഹൊറർ മൂവി ഗൂഗിളിൽ അടിച്ചു കൊടുത്തപ്പോൾ ഗൂഗിൾ ഇങ്ങനെയാന്ന് പറഞ്ഞത്. ഗെയിം കളിച്ച് ജീവിതം നശിപ്പിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഇത് ഓൾറെഡി നശിച്ച ചെറുപ്പക്കാരി. അപ്പൊ സിനിമ കാണാൻ നിൽക്കട്ടെ, വിശന്ന് പൊരിഞ്ഞാണ് വന്നേക്കുന്നത്. ഇന്ന് ഇവിടെ നല്ല അടിപൊളി ഫുഡാണ് ഉള്ളത്. ഈ കുഴിമന്തിയുടെ ഭാഗം എനിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സിനിമ കാണാൻ തുടങ്ങി. സിനിമ അത്ര സൂപ്പറോ ഇൻട്രസ്റ്റിങ്ങോ അല്ലാത്തതുകൊണ്ട് തന്നെ പകുതി ആയപ്പോൾ തന്നെ ഞാനും അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും പോത്തുപോലെ കിടന്ന് ഉറക്കായി. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിക്കുന്ന കൊച്ചിപ്പിച്ചിന്നാണ്. രാവിലെ എണീച്ച് ഞാൻ കൊച്ചിപ്പിച്ചിന്ന് തപ്പിയപ്പോൾ അപ്പുറത്തെ കടയിൽ ഇരിപ്പുണ്ടായിരുന്നു.
അങ്ങനെ പുള്ളിക്കാരനോടും അവിടെയുള്ള എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ 4 ദിവസം ഫ്രീ ആണ്. മറ്റന്നാളെ രാവിലെ തന്നെ എനിക്ക് നേരെ തിരിച്ച് കോയമ്പത്തൂരേക്ക് വരണം. അങ്ങനെ ഞാൻ പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയായി. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ബൈ.